പുലികളെ അവിടെ കൊണ്ടുവന്നിട്ട് രണ്ടാമത് വിട്ടത് ഇവിടെ പുലികളെ. അതാ പുലിക്കുന്നെന്ന് പേര് കിട്ടാൻ കാരണം. പന്തളത്ത് ജനിച്ചു വളർന്ന മണികണ്ഠൻ ഗുരുനാഥൻ മുഗടിയിൽ പ്രാഥമിക വൈദിക വിദ്യാഭ്യാസവും മറ്റും പൂർത്തിയാക്കി പിന്നീട് പോയത് ക്ഷത്രിയധർമ്മം അനുസരിച്ചുള്ള കളരിയും മറ്റ് ആയോധന മുറകളും പഠിക്കാനാണ്. അയ്യപ്പൻ എത്തിയത് ഇന്നത്തെ ആലപ്പുഴയിലെ മുഹമ്മ ഭാഗത്തുള്ള ചീരപ്പഞ്ചിറ കളരിയിലാണ്. ചീരപ്പഞ്ചിറ കളരിയിലേക്ക് അന്ന് ബാക്കിയുള്ള ദേശങ്ങളിലെ, അന്ന് ദേശം എന്ന സങ്കല്പമായിരുന്നല്ലോ, ബാക്കിയുള്ള ദേശങ്ങളിലെ ആൾക്കാരെ പലപ്പോഴും സ്വീകരിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് ആ ദേശക്കാരനായ വെളുത്തച്ഛൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സമുദായത്തിലെ പിതാവ് തൻ്റെ സഹോദരനായിട്ടാണ് അയ്യപ്പനെ ചീരപ്പഞ്ചിറ കളരിയിൽ കൊണ്ട് ചേർക്കുന്നത്. അവിടേക്കാണ് നമ്മൾ അടുത്ത്. മറ്റൊരു സുപ്രധാന ഏട് നിലനിൽക്കുന്ന ചരിത്രഭൂമിയാണ് ഇത്, ചീരപ്പഞ്ചിറ കളരി. മണികണ്ഠൻ്റെ ജീവിതത്തിലെ മറ്റൊരു സുപ്രധാന കാലഘട്ടമാണ് ഇവിടെ ചിലവഴിച്ചത്. മണികണ്ഠൻ പന്തളം രാജകൊട്ടാരത്തിൽ വളർന്നതിന് ശേഷം മണികണ്ഠൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം, അന്നത്തെ വിദ്യാഭ്യാസം പ്രധാനമായി കളരിയും മറ്റു കാര്യങ്ങളുമാണ്. കാര്യം വേദോപനിഷത്തുകളും മറ്റും മണികണ്ഠൻ അയ്യപ്പൻ പന്തളത്ത് നിന്ന് തന്നെ അഭ്യസിച്ചിരുന്നു. ഇവിടെ ആണ് അദ്ദേഹം കളരി അഭ്യസിച്ചത്. ഇവിടുത്തെ കളരിക്കും ധാരാളം പ്രത്യേകതകളുണ്ട്. പൂഴി അടിസ്ഥാനമാക്കിയുള്ള ഒരു കളരി ഇവിടെ വളരെ പ്രധാനമാണ്. അതാണ് അയ്യപ്പനോടൊന്ന് പ്രധാനമായി പഠിക്കുന്നത്. ഇത് അന്ന് കാലഘട്ടത്തിൽ നിന്ന് ആയുധപ്പുരയാണ്. മണികണ്ഠൻ സഞ്ചരിച്ച പാതകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഒരുപക്ഷെ സ്വാമി അയ്യപ്പൻ എന്ന് ലോകമറിയുന്ന ദൈവം, ലോകത്ത് ഇത്രയധികം കോടിക്കണക്കിന് ഭക്തരുള്ള അയ്യപ്പൻ മുമ്പുള്ള മണികണ്ഠൻ സഞ്ചരിച്ച അതേ പാതകളിലൂടെ, ആ പാദസ്പർശമേറ്റ വഴികളിലൂടെയാണ്, ആ ചരിത്രമുറങ്ങുന്ന പാതകളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ചീരപ്പഞ്ചിറ കളരി. കാട്ടുകൊള്ളക്കാരനായ ഉദയനനെ അയ്യപ്പൻ വധിക്കുന്നത് പൂഴിയങ്ക പയറ്റിനൊടുവിലാണെന്ന് ചരിത്രം പറയുമ്പോൾ അതിന് സാക്ഷ്യമേകുന്നതും ഈ കളരിയാണ്. കടത്തനാടൻ പാരമ്പര്യമുള്ള മധ്യ തിരുവിതാംകൂറിലെ ഒരേ ഒരു കളരി കൂടിയാണ് ചീരപ്പഞ്ചിറ. ഇവിടുത്തെ ഈ കരപ്രമാണിമാരായിരുന്നു ഈ ചീരപ്പഞ്ചിറ പണിക്കരാശാന്മാരെന്ന് പറഞ്ഞാൽ ഇവിടെ രാജാവിൻ്റെ ഇതിൽ തന്നെ ഈ നാട്ടിലെ കരപ്പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും അതുപോലെ ശിക്ഷ നടപ്പാക്കുന്നതിനും ഇവർക്ക് അധികാരമുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ ഇവിടെ കടത്തനാടൻ കളരി പഠിക്കുന്ന കളരി എന്ന് പറഞ്ഞാൽ പൂഴി തെറിപ്പിച്ച് മണ്ണ് തെറിപ്പിച്ച് ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്ന ഒരു ആയോധന കലയാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്. ഈ പേരും പെരുമയും കൊണ്ടാകണം പൂഴിയങ്കം പഠിക്കാനായി അയ്യപ്പൻ പന്തളത്തു നിന്നും മുഹമ്മയിലെ
ഈ കളരിയിലേക്ക് എത്തിയത്. എന്നാൽ കരപ്പുറത്തുകാർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന ഈ കളരിയിലേക്ക് അയ്യപ്പന് എങ്ങനെ പ്രവേശനം ലഭിച്ചു എന്നതും രസകരമായ ഒരു ചരിത്ര കഥയാണ്. ഈ അയ്യപ്പൻ അന്ന് കാൽനട വന്നു കഴിഞ്ഞ് അർത്തുങ്കൽ വന്ന് വഴിയറിയാൻ പള്ള അങ്ങനെ വന്ന് അവിടെ വന്നിട്ട് ഒരു കളത്തട്ടുണ്ട്. ആ കളത്തട്ടിൽ വിശ്രമിക്കാൻ അയ്യപ്പൻ ഇരിക്കുകയാണ്. അയ്യപ്പൻ ഇരുന്നപ്പോഴത്തേക്കെങ്കിലും അവർ ഈ വെളുത്ത എന്ന് പറയുന്ന ഒരു മുക്കുവനാണ്. കലത്തമുള്ള ഒരു കുട്ടി ഇരിക്കുന്നത് കൊണ്ടപ്പോഴത്തേക്ക് ഒരു ഓമനത്തം തോന്നിയാണ് ഈ വെളുത്ത ഈ കുട്ടിയായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന പോലെയാണ്, ഞാൻ ഇങ്ങനെ പന്തളത്തു നിന്ന് വരികയാണ്, എനിക്ക് ഇങ്ങനെ ചീരപ്പഞ്ചിറ കളരിയിൽ പോകണം, കളരി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യോ, അത് അവിടെ അങ്ങനെ കളരിയെ പഠിപ്പിക്കത്തില്ല. കാരണം കരപ്പുറത്തുള്ളവരെ തന്നെയും അത് സെലക്ട് ചെയ്തിട്ട് വളരെ ഇൻ്റർവ്യൂ ചെയ്ത് അവിടെ എടുക്കത്തുള്ളൂ. അങ്ങനെ ഇവർക്ക് തമ്മിൽ ഒരു ആത്മബന്ധം ഉണ്ടാകുകയും അങ്ങനെ ഈ വെളുത്തയുടെ അനിയനാണെന്നും പറഞ്ഞാണ് ഈ ചീരപ്പഞ്ചിറ കളരി കൊണ്ടുവന്ന് അയ്യപ്പനെ കളരി പഠിപ്പിക്കാൻ ശബരി എന്ന പേര്.